എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൽ പുതിയ ഉടമ്പടി എന്താണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു തരുന്നുണ്ട്. പുതിയ ഉടമ്പടി. എബ്രായ ലേഖനം 8-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ ഉച്ചത്തിൽ വായിക്കുക. ഹെബ്രായർ 8:10 മുതൽ. കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നില്ല. ഏതുടമ്പടിയിൽ? പഴയ ഉടമ്പടിയിൽ. മോശ വഴി ദൈവം ഇസ്രായേൽ ജനവുമായി സ്ഥാപിച്ച ആ ഉടമ്പടിയിൽ ഇസ്രായേൽ ജനം ഉറച്ചു നിന്നില്ല. എന്നിട്ട് പറയുകയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ഉടമ്പടിയിൽ അവർ ഉറച്ചു നിന്നില്ല. വായിച്ചോളുക. അതുകൊണ്ട് ഞാനും അവരെ ശ്രദ്ധിച്ചില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസങ്ങളിൽ ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും, അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എനിക്ക് ജനവും. ആരും തൻ്റെ സഹപൗരനെയോ സഹോദരനെയോ കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. എന്തെന്നാൽ അവരിൽ ഏറ്റവും ചെറിയവൻ മുതൽ ഏറ്റവും വലിയവൻ വരെ എല്ലാവരും എന്നെ അറിയും. അവരുടെ അനീതികൾക്ക് നേരെ ഞാൻ കരുണയുള്ളവനായിരിക്കും, അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുകയില്ല. ഇതൊന്ന് ശ്രദ്ധിക്കാമോ? വലിയ വെളിച്ചം കിട്ടും ഇത് ശ്രദ്ധിച്ചാൽ. അതായത് നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ അപ്രകാരം കാസായും എടുത്ത് സ്തോത്രം ചെയ്തു, വാഴ്ത്തി, ശുദ്ധീകരിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് കൽപ്പിച്ചു, ഇത് പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. പുതിയ ഉടമ്പടിയിലെ, പുതിയ നിയമത്തിലെ, പുതിയ നിയമപ്രകാരമുള്ള, പുതിയ ഉടമ്പടി പ്രകാരമുള്ള എൻ്റെ രക്തമാകുന്നു. അപ്പൊ ഈ രക്തം സ്വീകരിക്കുന്ന, ഈ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന എല്ലാവരും പഴയ ഉടമ്പടിയിലാണോ പുതിയ ഉടമ്പടിയിലാണോ? ബൈ ഡിഫോൾട്ട് സെറ്റിംഗ് അവർ പുതിയ ഉടമ്പടിയിലാണ്. കാരണം എന്താണ്? അവർ പുതിയ ഉടമ്പടിയുടെ ശരീരവും രക്തവുമാണ് സ്വീകരിച്ചത്. പഴയ ഉടമ്പടിയിൽ കാളക്കിടാവിനെ കൊന്നു. ശ്രദ്ധിക്കണം, ഇത് പഴയ ഉടമ്പടിയിൽ കാളക്കിടാവിനെ കൊന്നു, എന്നിട്ട് അവർ അതിൻ്റെ മാംസം ഭക്ഷിച്ചു, രക്തം തളിച്ചു. ഇതാണ് സീനായി മലയിൽ വെച്ച് സംഭവിച്ചത്. സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നതാണ് അതൊക്കെ. അപ്പോൾ എന്ത് ചെയ്തു? അവർ കാളക്കിടാവിനെ ബലിയർപ്പിച്ചു, എന്നിട്ട് ആ കാളയുടെ മാംസം ഭക്ഷിച്ചു, എന്നിട്ട് അവർ അതിൻ്റെ രക്തമെടുത്ത് മോശ ഇസ്രായേൽ ജനത്തിൻ്റെ മീതെ, നിയമഗ്രന്ഥത്തിൻ്റെ മീതെ തളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് ഉടമ്പടിയുടെ രക്തമാകുന്നു. ദൈവം നിങ്ങളുമായി ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു. ഈ ഓർമ്മയിലാണ് ഈശോ മിശിഹാ പറയുന്നത്, അത് കഴിഞ്ഞു, അത് പൂർത്തിയായി. ഇനി ഈശോ പറയാണ്, അവൻ്റെ മാംസം, അവൻ്റെ രക്തം. കാളക്കിടാവിൻ്റെ മാംസത്തിന് പകരം യേശുവിൻ്റെ മാംസം, കാളക്കിടാവിൻ്റെ രക്തത്തിന് പകരം യേശുവിൻ്റെ രക്തം കൊടുത്തിട്ട് യേശു പറയുകയാണ്, ഇതാ, എന്നെ ശ്രദ്ധിക്കൂ, ഇതാ പുതിയ ഉടമ്പടിയുടെ ശരീരവും പുതിയ ഉടമ്പടിയുടെ രക്തവും. പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്. അപ്പോ പുതിയ ഉടമ്പടിയുടെ ശരീരം, പുതിയ ഉടമ്പടിയുടെ രക്തം. അപ്പൊ നിങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് വന്നു. നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വന്നത്. നിങ്ങൾ അതുകൊണ്ട് പുറത്തെങ്ങും കറങ്ങി നിൽക്കാതെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പ്രവേശിച്ചു. പരിശുദ്ധ കുർബാനയുടെ ആരംഭം മുതൽ അവസാനം വരെ നിങ്ങൾ നന്നായി പങ്കെടുത്തു. നിങ്ങൾ യോഗ്യതയോടെ കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിച്ചു. അങ്ങനെയുള്ള ഒരു സാധാരണ വിശ്വാസിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. മൂത്ത ഭക്തരുടെ കാര്യമല്ല, പരമപരിശുദ്ധരുടെ കാര്യമല്ല, നോർമൽ എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണ വിശ്വാസികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്നോ? അതുകൊണ്ടാണ് നമ്മളിത് ചൊല്ലുന്നതും പങ്കെടുക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ഭക്തിയോടെ അനാദരവില്ലാതെ യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നു. അതിനാൽ തന്നെ നിങ്ങൾ പുതിയ ഉടമ്പടിയിലേക്ക് മാറിക്കഴിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ബാധകമാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ, നിങ്ങൾ പുതിയ ഉടമ്പടിയിലാണെന്ന് സമ്മതിച്ചെങ്കിൽ ഇനി പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ബാധകമാണ്. എന്തൊക്കെയാണത്? കർത്താവ് പറയുകയാണ്, എൻ്റെ നിയമങ്ങൾ, വായിച്ചോ, എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും, അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും, ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവും. ഒന്നാമത്തെ കാര്യം, പഴയ ഉടമ്പടിയിൽ നിയമങ്ങൾ എഴുതപ്പെട്ടത് കൽഫലകങ്ങൾക്ക് മീതെയാണ്. കൽപ്പലകകൾക്ക് മീതെയാണ് പഴയ ഉടമ്പടിയിൽ നിയമങ്ങൾ എഴുതപ്പെട്ടത്. ദൈവം പറയുകയാണ്, അതേ നിയമങ്ങൾ തന്നെ, ആ നിയമത്തിൻ്റെ പൂർത്തീകരണം, ക്രിസ്തു വന്ന് നവീകരിച്ച ആ നിയമങ്ങൾ, ശ്രദ്ധിക്കുക, ആ നിയമങ്ങൾ തന്നെ കൽഫലകങ്ങളിലല്ല, ഞാൻ മാമോദീസ സ്വീകരിച്ച പുതിയ ഉടമ്പടിയുടെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. മനസ്സിൽ എഴുതും. എന്നെ ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് മാറരുത്. ചോദ്യങ്ങളെല്ലാം ഇപ്പം എറിഞ്ഞു കളഞ്ഞേക്കുക. ഇത് മാത്രം ശ്രദ്ധിക്കുക.
അതായത് എൻ്റെ നിയമങ്ങൾ ഞാൻ ഭിത്തിയിലല്ല എഴുതുന്നത്, ഉഗ്രശാസനങ്ങളല്ല ഞാൻ എഴുതി തരാൻ പോകുന്നത്, പുസ്തകത്തിലല്ല എഴുതി തരാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എങ്ങനെ ജീവിക്കണം, നിങ്ങൾ എങ്ങനെ ക്ഷമിക്കണം, നിങ്ങൾ എങ്ങനെ സ്നേഹിക്കണം, നിങ്ങൾ എങ്ങനെ കരുണ കാണിക്കണം, നിങ്ങൾ എങ്ങനെ സത്യസന്ധത പാലിക്കണം, ഇതെല്ലാം ഞാൻ നിങ്ങളുടെ മനസ്സിലെഴുതും, ഹൃദയത്തിൽ ആലേഖനം ചെയ്യും എന്ന് പറഞ്ഞാൽ ദൈവം പറയുകയാണ്, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരിശുദ്ധ കുർബാനയെ ഗൗരവമായി എടുത്തിട്ടുണ്ടെങ്കിൽ കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ മുതൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങളെ വേദനിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അയ്യോ അത് അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്, ദൈവമേ ആ കൈക്കൂലി വാങ്ങണ്ടായിരുന്നു, കർത്താവേ ആ കള്ളത്തരം കാണിക്കണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അത് വെളിയിൽ നിന്ന് ആരും നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടല്ല, മറിച്ച് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ കാര്യം വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് സത്യമാണ്, നിങ്ങളുടെ ഹൃദയത്തിലിരുന്ന് പരിശുദ്ധാത്മാവ് പറയും, മക്കളെ അങ്ങനെ ചെയ്യരുതായിരുന്നു, നീ എന്തിനാ അങ്ങനെ ചെയ്തേ, നീ എന്തിനാ അങ്ങനെ ദേഷ്യപ്പെട്ടെ, സാരമില്ല, അവനോട് ക്ഷമിക്ക്, അവളോട് ക്ഷമിക്ക്, അവളോട് കരുണ കാണിക്ക്. നമ്മുടെ ഉള്ളിലിരുന്ന് കർത്താവ് പറയാൻ തുടങ്ങും, ഉള്ളിലിരുന്ന് പറയും. എന്താണ് അതിനുള്ള തെളിവ്? അതിനുള്ള തെളിവാണ് മദർ തെരേസ, അതിനുള്ള തെളിവാണ് കൊച്ചു ത്രേസ്യ, അതിനുള്ള തെളിവാണ് അൽഫോൻസാമ, അതിനുള്ള തെളിവാണ് അന്തോണീസ്, അതിനുള്ള തെളിവാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അതിനുള്ള തെളിവാണ് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ജീവിതം നയിക്കുന്ന പേര് വിളിക്കപ്പെടാത്ത ലക്ഷോപലക്ഷം തിരുസഭയുടെ പാവപ്പെട്ട മക്കൾ. അതിൻ്റെ തെളിവാണ്. അവരെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടല്ല അവർ പാവപ്പെട്ടവനോട് കരുണ കാണിച്ചത്, അവരെ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടല്ല, നിങ്ങൾക്ക് നിത്യനരകം വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കഴുത്തിന് പിടിച്ചിട്ടല്ല അവർ അർഹിക്കുന്നവൻ്റെ വീട്ടിൽ അരി വാങ്ങിച്ചു കൊടുത്തത്, പാവപ്പെട്ടവന് ബുക്ക് വാങ്ങിച്ചു കൊടുത്തത്, സ്നേഹം കാണിച്ചത്, പറഞ്ഞ കാര്യങ്ങൾ ക്ഷമിച്ചത്, വിട്ടുകൊടുത്തത്, മറന്നത്. കർത്താവ് പറയാണ്, നിങ്ങൾ പുതിയ ഉടമ്പടിയുടെ ശരീരവും രക്തവും യോഗ്യതയോടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ സ്നേഹത്തിന്റെ ജീവിതം നയിക്കാനുള്ള പ്രേരണ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തരും. അതുകൊണ്ടല്ലേ ആളുകൾ വന്ന് കുമ്പസാരിക്കുന്നത്? വെറുതെ ആളുകൾ കുമ്പസാരിക്കുമോ? ആളുകൾ കുമ്പസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പറ. അതായത് ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു എന്ന് പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലിരുന്ന് ബോധ്യപ്പെടുത്തി. എൻ്റെ ഇടവകയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഒരു ധ്യാന കേന്ദ്രത്തിലും പോയി ധ്യാനം കൂടിയിട്ടുള്ളവരല്ല, പക്ഷെ അവര് വന്ന് കുമ്പസാരിക്കുന്നു. കള്ളക്കുമ്പസാരമല്ല. എൻ്റെ പള്ളിയിലെ 1-2 കുട്ടികൾ കുമ്പസാരിക്കുമ്പോൾ ലിറ്ററലി ഞാൻ കരയും, കുമ്പസാര കൂട്ടിയിരുന്നു. കാരണം അവരുടെ ജീവിതത്തെ എത്ര ഭംഗിയായി വിലയിരുത്തി എന്ന് അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഒരു ധ്യാനത്തിനും പോകുന്നില്ല, എന്നെ വളരെ അപൂർവമായിട്ട് അവർ കാണുന്നുള്ളൂ. ഇനി ഞാൻ പ്രസംഗിച്ചിട്ടാന്ന് നിങ്ങൾ വിചാരിക്കരുത്. പല ഞായറാഴ്ചകളിൽ അവരെന്നെ കാണുന്നുമില്ല. അപ്പൊ എന്താ സംഭവിച്ചത്? അവര് പരിശുദ്ധ കുർബാനയെ, മിഷനിലെ പാവപ്പെട്ട ആളുകളെ കുറിച്ച് പറയുന്നത്, അവര് പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ചു, ആരാധിച്ചു. അതുകൊണ്ട് പാവപ്പെട്ട അമ്മച്ചിക്ക് തോന്നി, എൻ്റെ മകനോടും മരുമകനോടും അച്ഛാ ഞാൻ ദേഷ്യപ്പെട്ടു, അങ്ങനെ പറയണ്ടായിരുന്നു. ആരാണ് ഇവരെ പേടിപ്പിച്ചത്? ആരെങ്കിലും പേടിപ്പിച്ചോ? ആരും പേടിപ്പിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞു, അമ്മേ അത് പറഞ്ഞത് ശരിയായില്ല. ഇതാണ് ന്യൂ ടെസ്റ്റമെന്റ്, ഇതാണ് പുതിയ ഉടമ്പടി, ന്യൂ കവനന്റ്.